ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എ.പി. ഉസ്താദ് അവറുകൾ, സ്റ്റേജിലിരിക്കുന്ന മറ്റ് ഉസ്താദുമാർ, സാദാത്തുക്കൾ, വിശിഷ്ടാതിഥികൾ, കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മന്ത്രി റഹീം ഖാൻ അവറുകൾ, അതുപോലെ മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന ഖാളി തിരഞ്ഞെടുക്കേണ്ട അവസ്ഥയുണ്ടായി. ഉള്ളാൾ ജമാഅത്തിൻ്റെ ജനറൽ ബോഡി യോഗം വിളിച്ച് ഐക്യകണ്ഠേന ബഹുമാനപ്പെട്ട ശൈഖുന അവർകളെ ഖാളിയായി തിരഞ്ഞെടുത്തു. ഇന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഉള്ളാളം ജമാഅത്തിൻ്റെ ഖാളിയായി സ്ഥാനാരോഹണം നടത്തുന്ന ബൈഅത്ത് ചെയ്യുന്ന ചടങ്ങാണ്. ഒന്ന് രണ്ട് വാക്കുകൾ പറയട്ടെ. സ്വാഗതം പറയുക എന്നതാണ് ഉത്തരവാദിത്വം, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ വന്നിട്ടുള്ള ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഉസ്താദ് അവർകൾ സ്റ്റേജിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ. 500ഓളം വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യനാടായ മദീനയിൽ നിന്ന് അറബിക്കടലിലൂടെ മുസല്ല വിരിച്ചുകൊണ്ട് കറാമത്തിലൂടെ മംഗലാപുരത്ത് എത്തുകയും ഉള്ളാളം എന്ന ഈ കുഗ്രാമത്തിലേക്ക് അന്ന് ബഹുമാനപ്പെട്ടവർ വരുകയും ഈ നാട്ടിൻ്റെ മതപരവും വിദ്യാഭ്യാസപരവുമായ മുഴുവൻ കാര്യങ്ങൾക്കും നേതൃത്വം വഹിക്കുകയും സർവോപരി ഈ നാടിനെ നാഗരികതയും സാംസ്കാരികതയും വിദ്യാഭ്യാസവുമുള്ള നാടാക്കി തീർക്കാനുള്ള നാന്തി കുറിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ടവർ വലിയ സൂഫിവര്യനായിരുന്നു. കാലഘട്ടത്തിൻ്റെ കുത്തുബായി അറിയപ്പെട്ട മഹാനായിരുന്നു. നമുക്കെല്ലാവർക്കും ചരിത്രം അറിയാം, നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ബഹുമാനപ്പെട്ടവർ ജീവിച്ചിരിക്കുമ്പോൾ ഖാളിയും ഖതീബും മതപരമായ നേതൃത്വവും ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെയായിരുന്നു. അതിനുശേഷം കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. എഴുതപ്പെട്ട ചരിത്രത്തിൽ കാണുന്നത് 1847 ജനിച്ച കോട്ടിക്കുളം ബപ്പൻകുട്ടി കാസർഗോഡ് ഖാളി എ.പി. അവറാൻ മുസ്ലിയാർ എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ മുസ്ലിയാർ അൽ ബാഖവി നവ്വറല്ലാഹു മർഖദഹു, അദ്ദേഹമാണ് പിന്നീട് 1948 ഉള്ളാളത്ത് ഖാളിയാകുന്നത്. ഒരു ഫസ്ഖ് വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഖാളി ബൈഅത്ത് ചെയ്യേണ്ട സന്ദർഭമുണ്ടായത്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ ഫസ്ഖ് അന്നത്തെ ഖതീബായിരുന്ന യൂസുഫ് മുസ്ലിയാർ ഫസ്ഖിന് വിധിച്ചപ്പോൾ വിവാദമാവുകയും അത് ഇ.കെ. ഉസ്താദിൻ്റെ അടുത്തേക്കും പിന്നീട് ഷംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹു അവരുടെ അടുത്തേക്കും എത്തുകയും ഖുതുബി ഉസ്താദ് ആ ഫസ്ഖ് ശരിയാണെന്ന് വിധിക്കുകയും അതിൻ്റെ ശേഷം ഇവിടെ അവറാൻ മുസ്ലിയാർ അവകളെ ഖാളിയാക്കുകയും ചെയ്തു. 48 മുതൽ 78 വരെ 30 വർഷം ഉള്ളാളത്തെ ഖാളി ബഹുമാനപ്പെട്ട അവറാൻ മുസ്ലിയാരായിരുന്നു. അതിനുശേഷം നമ്മുടെ നേതൃത്വമായിരുന്ന, നമ്മുടെ ആശാ കേന്ദ്രമായിരുന്ന ഈ ശരീഅത്ത് കോളേജിൻ്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ചുക്കാൻ പിടിച്ചിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് നവംബർ 9, 1978 ഖാളി സ്ഥാനം ഏറ്റെടുക്കുന്നത്. അതിനുശേഷം 2014 വരെ ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് വരെ 36 വർഷം ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെയായിരുന്നു ഇവിടെ ഖാളി. അതിൻ്റെ ശേഷം ബഹുമാനപ്പെട്ട
ഖുറത്തു സാദാത്ത് തങ്ങളവർകൾ ഖാലിസ്ഥാനം ഏറ്റെടുത്തു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചരിത്രമാണ്. 2024 വരെ 10 വർഷം ബഹുമാനപ്പെട്ടവരായിരുന്നു ഖാലി. അങ്ങനെ ഈ ഖാലി പരമ്പര ഇവിടെ പഴയ കാലം മുതൽ വരെ നിലനിന്നിരുന്ന ഒരു പരമ്പരയാണ്. ഖാലി എന്നത് ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ എല്ലാവരും മുമ്പിലിരിക്കുന്ന ഒരു പണ്ഡിതന്മാരാണ്, അധിക പേരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഇബാദാത്ത്, മുനാക്കഹാത്ത്, മുആമലാത്ത്, ജിനായാത്ത്, ഈ 4 കാര്യങ്ങളിൽ ജിനായാത്ത് ഒഴികെ, ക്രിമിനൽ കാര്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഇവിടെ ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ നിയമമനുസരിച്ച് ഖാദിക്ക് തീരുമാനമെടുക്കാനുള്ള, വിധി കൽപ്പിക്കാനുള്ള അധികാരമുണ്ട്. ഒരു നാട്ടിൽ മഴ വർഷിക്കാതെയായി മഴയെ തേടുന്ന നിസ്കാരത്തിന് വേണ്ടിയുള്ള സുന്നത്ത് നിസ്കാരം ഖാദി ഓർഡർ ചെയ്താൽ, കൽപ്പിച്ചാൽ അത് നിർബന്ധമാവുമെന്ന് ഫിഖ്ഹിന്റെ കിതാബുകളിൽ കാണാം. അതുപോലെ ഒരു കറാഹത്തായ കാര്യം, ഉദാഹരണത്തിന് പുകവലിക്കുക, ബീഡി വലിക്കുക, സിഗരറ്റ് വലിക്കുക പോലെയുള്ള കാര്യങ്ങൾ ഖാദി നിരോധിച്ചാൽ, പാടില്ലെന്ന് കൽപ്പിച്ചാൽ അത് ഹറാമാകുമെന്നും കാണാം. മസ്ലഹത്തുൻ ആമ്മത്തായ ഒരു കാര്യം, മുബാഹായ കാര്യം തന്നെ, ഹലാലായ കാര്യം തന്നെ, അതിൽ ആമായ മസ്ലഹത്തുണ്ടെങ്കിൽ ഖാദി അവിടെ തീരുമാനം പറഞ്ഞാൽ അത് നിർബന്ധമാകുമെന്നും ശർവാനിയിൽ കാണാം. അത്രയധികം പ്രാധാന്യമുണ്ട് ഖാദി സ്ഥാനത്തിന്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ മഅൽ ഖാദി മാ ലം യജുർ ഫഇദാ ജാറ വകലഹു ഇലാ നഫ്സിഹി റവാഹു തിർമിദി. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിയോട് കൂടെയാണ്. ഐ ബിതഈദിഹി വ തസ്ദീദിഹി വ ഇആനതിഹി. അതിൻ്റെ ശുറൂഹുകളിൽ കാണാം, ഖാദിയെ സഹായിക്കുന്ന വിഷയത്തിൽ ഖാദിക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ തഈദ് ഉണ്ടാകുമെന്ന വിഷയത്തിൽ അള്ളാഹു ഖാദിയുടെ കൂടെയാണ്. അപ്പോൾ തീരുമാനങ്ങൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ഖാദി തീരുമാനിച്ചാൽ അത് തീരുമാനം മതപരമായ വിഷയങ്ങളിൽ അന്തിമമാണെന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ചുറ്റുഭാഗത്തും പെരുന്നാളാണെന്ന് മറ്റു ഖാദിമാർ തീരുമാനിച്ചപ്പോൾ നമ്മുടെ ഖാദിയായ മർഹൂം ഖുറത്തു സാദാത്ത് ഫസൽ കോയമ്മ തങ്ങൾ വിധിച്ച ആ ദിവസം തന്നെ ഇവിടെ നാം പെരുന്നാൾ ആഘോഷിക്കുകയും അതിന് മുമ്പത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുകയും ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ ഖാദിയുടെ തീരുമാനം വളരെ വലുതാണ്, ഖാദിയുടെ മഹത്വം വളരെ വലുതാണ്. ഇപ്പോൾ നമുക്ക് ഖാദിയായി ഇവിടെ ബൈഅത്ത് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താനുൽ ഉലമാ ഖായിദുസ്സമാൻ, ബഹുമാനപ്പെട്ട ശൈഖുനാ AP ഉസ്താദ് അവർകളാണ്. ആ AP ഉസ്താദ് നമുക്ക് ഖാദിയായി ലഭിച്ചതിൽ വളരെയധികം നാം അഭിമാനിക്കണം. കാരണം ഇന്ത്യൻ മുസ്ലിംകളുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവാണ് ബഹുമാനപ്പെട്ട ശൈഖുനാ AP ഉസ്താദ്. അവിഭക്ത സമസ്തയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ ഒരേ ഒരാൾ ബഹുമാനപ്പെട്ട AP ഉസ്താദാവാണ്. ബഹുമാനപ്പെട്ട AP ഉസ്താദിന്റെ മഹത്വങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 4000-ൽ കൂടുതൽ പള്ളികൾ നിർമ്മിച്ച ബഹുമാനപ്പെട്ട AP ഉസ്താദ് കോഴിക്കോട് വലിയ ദീനീ സ്ഥാപനങ്ങൾ നിർമ്മിച്ച് അതിന് നേതൃത്വം നൽകുന്നു. 25,000-ൽ പരം വിദ്യാർത്ഥികൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. 12,000-ൽ പരം ബിരുദധാരികളായ സഖാഫിമാരുടെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട AP ഉസ്താദ്. 40-ലധികം കൊല്ലം സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നു. അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബുഖാറയിലുള്ള മഖ്ബറയിൽ വെച്ചുകൊണ്ട്, ആ ദർബാറിൽ വെച്ചുകൊണ്ട്
ആദരവ് ഏൽക്കാൻ ഭാഗ്യം ലഭിച്ച ഇന്ത്യയിലെ ഏക പണ്ഡിതൻ ബഹുമാനപ്പെട്ട AP ഉസ്താദാണ്. ആ AP ഉസ്താദ് ഖാദിയായി ലഭിച്ചതിൽ നമുക്കെല്ലാവർക്കും അഭിമാനിക്കണം, സന്തോഷിക്കണം. അതുകൊണ്ട് എല്ലാവരോടും ഞാൻ ഉണർത്തുകയാണ്, ആരും വിട്ടുനിൽക്കാതെ, ആരും ഒറ്റക്കുട്ടിയും ഈ വിഷയത്തിൽ എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ എന്തെങ്കിലും വയസ്സ് കൂടുതലാണെന്ന് പറഞ്ഞ് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടെങ്കിൽ അവർ ചിന്തിക്കുക, വയസ്സും പക്വതയും ഉണ്ടാകുമ്പോഴാണ് ഒരു ആൾ പൂർണ്ണനാകുന്നത്, സമ്പൂർണ്ണനാകുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമുക്ക് ഖാദിയായി ലഭിച്ചതിൽ നമുക്ക് സന്തോഷിക്കാം. ഇവിടെ ചിലർ ചോദിക്കുന്നു, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയല്ലേ, പിന്നെ എന്തിനാണ് ഈ ചെറിയ ചെറിയ മഹല്ലുകളുടെ ഖാദിയാകുന്നത്? ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മുഫ്തിയും ഖാദിയും രണ്ടും വേറെയാണ്. മുഫ്തിയുടെയും ഖാദിയുടെയും അർത്ഥം മനസ്സിലാക്കിയാൽ ആ ഒരു വസ്വാസിന് അവിടെ ഇടയുണ്ടാവുകയില്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ് നമ്മുടെ നാട്ടിൽ ഖാദിയായി ലഭിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഉസ്താദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഇസ്തിഖാമത്തിലായി സുദീർഘകാലം ഇൽമിലും അല്ലാഹുവിൻ്റെ ത്വഅത്തിലുമായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഇ സുലൈമാൻ ഉസ്താദ് അവറുകളാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ നേതാവ്, പ്രസിഡന്റ്. ബഹുമാനപ്പെട്ടവർക്കും സ്വാഗതം ഓതുന്നു. ബഹുമാനപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടിയുള്ള അല്ലാഹുവിൻ്റെ ത്വഅത്തിലായുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ഫഖീ തങ്ങൾ മർക്കസു സഖാഫത്തി സുന്നിയയുടെ പ്രസിഡന്റ്, ബഹുമാനപ്പെട്ടവർക്കും സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ദർഗാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് BG ഹനീഫാജി അവർകൾ ഈ പ്രോഗ്രാമിൽ ആമുഖ പ്രഭാഷണം നടത്താനുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന പേരോട് ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിയിൽ പ്രസംഗിക്കുന്ന എൻ്റെ ഉസ്താദ് ഷെയ്ഖുന ചുള്ളിക്കോട് ഹുസൈൻ സഖാഫി ഉസ്താദ് അവർകളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മർക്കസ് ഡയറക്ടർ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് അവർകളെയും പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ വലിയ മകൻ ഈ പരിപാടിയിൽ ഖാദി ബൈഅത്തിന്റെ ശേഷം ഉസ്താദ് അവർക്ക് തലപ്പാവ് അണിയിച്ചു കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ തങ്ങൾ അൽ ബുഖാരി അവർകളാണ്. അദ്ദേഹത്തെയും പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഖാദി ബൈഅത്തിന്റെ ശേഷം ഇതിന് അനുമോദനം അറിയിക്കുന്നത് ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ മാണി ഉസ്താദ് അവർകൾ, കർണാടക ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യനായ നേതാവ്, പ്രസിഡന്റ്. ബഹുമാനപ്പെട്ടവർകളെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അനുമോദനം പിന്നീട് ചെയ്യുന്നത് ഈ കർണാടക സ്റ്റേറ്റിൻ്റെ ബഹുമാനപ്പെട്ട സ്പീക്കർ UT ഖാദർ അവർകൾ, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഹജ്ജ്, അതുപോലെ തന്നെ ഹജ്ജ് മിനിസ്റ്റർ റഹീം ഖാൻ, അതുപോലെ തന്നെ നമ്മുടെ ജില്ലയുടെ ഇൻചാർജ് മിനിസ്റ്ററായിട്ടുള്ള ശ്രീ ദിനേശ് ഗുണ്ടൂറാവ്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏനപ്പോയ ഗ്രൂപ്പ് എല്ലാ സംസ്ഥകളുടെയും ചെയർമാനായിട്ടുള്ള ബഹുമാനപ്പെട്ട Y അബ്ദുള്ള കുഞ്ഞി ഹാജി, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ CM ഇബ്രാഹിം അവർകൾ, BM ഫാറൂഖ്, കണച്ചൂർ മോൺ ഹാജി, ഹംസ ഹാജി, അതുപോലെ തന്നെ മറ്റ് എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളും, എല്ലാ നേതാക്കളും, എല്ലാ പണ്ഡിതന്മാരും, സാദാത്തുക്കളെയും ഇവിടെ കൂടിയ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.